അന്തിക്കൊരിത്തിരി കള്ളും മോന്തി നാലാള് കൂടുന്ന കവലകളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ ഒന്ന് ആളാവാൻ നോക്കുന്ന കുടിയന്മാർ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. നിത്യവും ഇത്തിരി മോന്തി നാലാളെ തെറി പറഞ്ഞില്ലെങ്കിൽ തന്റെ അന്തസ്സിന് കുറവ് വരുമെന്ന് കരുതുന്ന ചില ബിരുദന്മാർ ഒടുവിൽ അറിയാതെ എട്ടിന്റെ പണി വാങ്ങുകയും ചെയ്യും. 2 ദിവസം മുമ്പ് അടിമാലി ബസ് സ്റ്റാൻഡിൽ കാണികൾക്ക് രസം പകർന്ന ഒരു സംഭവം അരങ്ങേറി. പതിവായി 2 പെഗടിച്ച് ബസ് സ്റ്റാൻഡിലെത്തി സ്ത്രീകളും കുട്ടികളുമായ യാത്രക്കാർ നിൽക്കെ കേട്ടാലറയ്ക്കുന്ന തെറി പറയുന്ന ഒരു കുടിയന് പോലീസിൽ നിന്ന് നേരിട്ടത് വല്ലാതെ നീറുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു. പോലീസ് വാഹനത്തിന് മുന്നിൽ നിന്ന് അശ്ലീലം പറഞ്ഞ ഉണങ്ങി മെലിഞ്ഞ ഒരു ചോട്ടാക്കുടിയൻ പോലീസ് ഏമാമാരിരിക്കുന്ന ജീപ്പിനുള്ളിലേക്ക് തലയിട്ട് 4 നല്ല വർത്തമാനം പറഞ്ഞതേ ഓർമ്മയുള്ളൂ. കാക്കി പോലീസുകാരിൽ ഒരാൾ പെപ്പർ സ്പ്രേ എടുത്ത് കുടിയന്റെ 2 കണ്ണുകളിലും ചീറ്റിച്ചു. കുരുമുളകിന് പകരം വീര്യമുള്ള മറ്റേതോ ദ്രാവകമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ഇത്തരം പേപ്പർ സ്പ്രേകളിൽ ഉണ്ടാവുക. കാഴ്ച മറയുന്നതിന് പുറമെ ശക്തമായ ശ്വാസം മുട്ടലും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. ആസ്മ രോഗികളാണെങ്കിൽ ശ്വാസം കിട്ടാതെ മരിക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. നീറ്റൽ താങ്ങാനാവാതെ നിരന്തരം കൈകൊണ്ട് തിരുമിയാൽ കണ്ണിലെ നേത്രപടലങ്ങളിലോ കൃഷ്ണമണിയിലോ പരുക്കുണ്ടാവാനും അതുവഴി കാഴ്ച നഷ്ടപ്പെടാനും കാരണമാവും. പൊതുസ്ഥലങ്ങളിൽ ശല്യക്കാരാവുന്നവരെ പെപ്പർ സ്പ്രേ കൊണ്ട് നേരിടുന്ന പോലീസിന്റെ നടപടി ക്രൂരവും കിരാതവുമാണ്. പോലീസിന് ആയോധന മുറകളിൽ പരിശീലനം നൽകുന്നത് കുറ്റവാളികളെ പിടികൂടാനുള്ള ചങ്കുറപ്പ് കിട്ടാനാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികളും യുവതികളുമെല്ലാം സ്വയരക്ഷയ്ക്കായി കൊണ്ടു നടക്കാറുള്ള കുരുമുളക് സ്പ്രേ മദ്യലഹരിയിൽ സ്വബോധം നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ കണ്ണുകളിൽ ചീറ്റിച്ച അടിമാലി പോലീസിന്റെ നടപടി പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഈ കാടത്തം കാട്ടിയ പോലീസുകാരനെതിരെ നടപടിയെടുക്കണമെന്നാണ് ഒറ്റമൈനയ്ക്കും പറയാനുള്ളത്. പൊതുനിരത്തിൽ അസഭ്യം പറഞ്ഞതിന് നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തി നടപടിയെടുക്കാനോ ശല്യക്കാരനായ മദ്യപാനിയെ ജീപ്പിൽ കയറ്റി അവിടെ നിന്നും മാറ്റുകയോ ചെയ്യാതെ കള്ളുകുടിയന്റെ കണ്ണിൽ മുളക് സ്പ്രേ ചീറ്റിച്ച് ആനന്ദം കൊണ്ട പോലീസ് നടത്തിയത് മനുഷ്യാവകാശ ലംഘനമാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ഈ പോലീസ് നടപടിക്കെതിരെ സ്വമേധയാ കേസെടുക്കണം. ജനാധിപത്യ രാജ്യത്ത് പൗരന് കിട്ടേണ്ട നീതി ഉറപ്പാക്കണം. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലെന്ന് പറഞ്ഞതുപോലെയാണ് ജനം. ആരും ഈ കാടത്തത്തിനെതിരെ പ്രതികരിച്ചില്ല. ഈ മഹാപരാധം ചെയ്ത പോലീസ് ഏമാൻ ഇരിക്കട്ടെ, ഒറ്റമൈനയുടെ ഒരു നടുവിരൽ നമസ്കാരം.